വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ KVSന്റെ എക്സാം പാറ്റേണുകൾ അല്ലെങ്കിൽ KVSന്റെ ടാർജറ്റുമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം, എന്ത് പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഒരു 40 days നമുക്കുണ്ട്. ആ 40 days തന്നെ ധാരാളമാണ്. വളരെ കൃത്യമായിട്ട് ടൈം ടേബിളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ടയർ 1 കയറാൻ പറ്റും. ടയർ 1 കയറി കഴിഞ്ഞാൽ ടയർ 2 എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഈ വീഡിയോ. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഇതിൽ ആഗ്രഹിക്കുന്നവർ, ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമേ പറഞ്ഞുതരാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുകയും വേണം കേട്ടോ. തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, കാരണം എല്ലാവരിലേക്കും ഇത് എത്തട്ടെ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് മാത്രമാണ്, വേറൊരു കാര്യം അതിലില്ല. ഓക്കെ, ഇനി ഒന്നും കൂടി എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നും കൂടി പറയാം. ഇതിൽ KVS NVS അപ്ലൈ ചെയ്യുന്നതിന് ഒരുപാട് പേർക്കുള്ള ഡൗട്ട്സ് ഉണ്ട്. അതിവിടെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അതായത് KVSലാണ് PRT KVSലാണ് PRT അപ്ലൈ ചെയ്യുന്നുള്ള യോഗ്യത നിങ്ങൾക്ക് DLED പ്ലസ് CTET 1 വേണം PRT. ഓക്കെ, ഇനി TGT അപ്ലൈ ചെയ്യുന്നതിന് വേണ്ട യോഗ്യത BEdും പ്ലസ് CTET 2 ആണ് വേണ്ടത്. ഓക്കെ, ഇനി PGT അപ്ലൈ ചെയ്യുന്നുള്ള യോഗ്യത ജസ്റ്റ് നിങ്ങളുടെ PG പ്ലസ് BEd ആണ് വേണ്ടത്. വേറെ KTET നെറ്റ് സെറ്റ് ഒന്നും അതിനാവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഇതിന്റെ റൂള്, അതായത് ഏകലവ്യ ആയിക്കോട്ടെ, KVS ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, AES ആയിക്കോട്ടെ, DSSB ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാത്തിന്റെ റൂൾ എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്നതിനെ 50% റൂൾ എന്നാണ്. 50% റൂൾ എന്നുള്ളതാണ് ഇതിനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ താഴെ ഇപ്പൊ +2ന്റെ ക്വാളിഫിക്കേഷൻ ഇപ്പം കൊടുക്കാൻ നേരത്ത് +2, അതായത് PRT അപ്ലൈ ചെയ്യുമ്പോൾ +2 കൊടുക്കാൻ നേരത്ത് HSC ഹയർ സെക്കൻഡറി ഇക്വലൻസി ക്വാളിഫിക്കേഷൻ വിത്ത് 50% എന്ന് കാണും. ആ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം എത്തുമ്പോഴത്തേക്ക് യു ആർ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും. എല്ലാത്തിലും അങ്ങനെ കറക്റ്റ് ക്വാളിഫിക്കേഷൻ തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൽ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രായമാണ്. പ്രായപരിധി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള പ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത്. PRT അപ്ലൈ എന്നുള്ള പ്രായം 30, TGT എന്ന് പറയുന്നത് 35, PGT എന്ന് പറയുന്നത് 40. നോർമൽ ആയിട്ടുള്ള ഏജ് ആണ്. ഓക്കെ, ഇതിൽ ഈ നോർമൽ ആയിട്ടുള്ള ഏജിൽ ഇപ്പം PRT അപ്ലൈ ചെയ്യുന്ന ഒരു OBC ആണെങ്കിൽ +3 കൂടെ കിട്ടും, അങ്ങനെ 33 വയസ്സ്. TGT അപ്ലൈ ചെയ്യുന്നത് OBC ആണെങ്കിൽ +3 കൂടെ കിട്ടും. PGT അപ്ലൈ ചെയ്യുന്നത് OBC ആണെങ്കിൽ +3 കൂടെ കിട്ടും. SG ആണെങ്കിൽ +5 കിട്ടും. SC ST ആണെങ്കിൽ +5 കിട്ടും. ഇവിടെ ആണെങ്കിൽ +5, ഇതാണെങ്കിൽ +5, ഇങ്ങനെ കിട്ടും. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ വിളിച്ചിരുന്ന ND ആണ്, നോൺ ടീച്ചിങ് ലാബ് ടെക്നീഷ്യൻ, അതുപോലെ തന്നെ MTS, അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്. ഓക്കെ, ഇതില് JSIയുടെ പ്രായപരിധി, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രായം 27 ആണ്. ബാക്കിയുള്ള രണ്ടിനെയും 30 ആണ്. അത് OBC ആണെങ്കിൽ 33 കിട്ടും, SC ST ആണെങ്കിൽ 35 കിട്ടും. ഇവിടെ ആണെങ്കിൽ OBC 27 +3 30 കിട്ടും. SC ST ആണെങ്കിൽ 33 കിട്ടും. സോറി, അതെ 33 കിട്ടും. അങ്ങനെയാണ് വരുന്നത്. അപ്പൊ JSI ഉണ്ട്, അതുപോലെ തന്നെ MTS ഉണ്ട്, അതുപോലെ തന്നെ ലാബറ്റിന്റെ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ PCM ഓർ PCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആ ഒരു സ്ട്രീമിൽ +2 പഠിച്ചവർക്ക്, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആ സ്ട്രീമിൽ +2 പഠിച്ചവർക്ക് മാത്രമാണ് ലാബ് അറ്റൻഡന്റ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഈ ഏജിന്റെ റിലാക്സേഷനിൽ നമ്മൾ നോൺ ടീച്ചിങ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ, നോൺ ടീച്ചിങ്ങിൽ ഒരാൾക്ക് മാത്രമാണ്, ഒരു കാറ്റഗറിക്ക് മാത്രമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്. അത് ലൈബ്രറി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ലൈബ്രറിയൻ അപ്ലൈ ചെയ്യുന്നവർക്ക് ഗേൾസിന് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് സംശയം വരാത്ത രീതിയിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് 30, 35, 40. ഈ ഇവിടെയൊക്കെ ഗേൾസിന് റിസർവേഷന്റെ കാര്യത്തിൽ ഒറ്റ റിസർവേഷനുള്ള, അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഗേൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. ഗേൾ, ഓക്കെ, പെൺകുട്ടി, വുമൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. അവർക്ക് 10 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. ഓക്കെ, 10 വർഷം. അപ്പം PRTയുടെ വയസ്സ് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, TGTക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, PGTക്ക് 50 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഇതാണ് ഏജിന്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഭീകരമായ ഒരു ഡൗട്ട്സ് എല്ലാവർക്കുള്ള PGT TGT കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
ഓക്കെ, ഈ ഏകലവ്യ വിളിച്ചപ്പോൾ അതിൽ ഏകലവ്യ വിളിച്ച സമയത്ത് അതിൽ B.Ed വേണ്ടായിരുന്നു, ഏകലവ്യക്ക് B.Ed വേണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ KVS, NVS കേന്ദ്രീയ വിദ്യാലയ സംഘടന, നവോദയ വിദ്യാലയ സമിതി ഇത് രണ്ടും ഇപ്പൊ വിളിച്ചിരിക്കുന്നതിൽ B.Ed ആവശ്യമാണ്. അത് PGT അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിലുള്ള അല്ലെങ്കിൽ MTechോ BTechോ ഉള്ള PGയും പ്ലസ് അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസും പ്ലസ് B.Ed വേണം. ഇനി TGT അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിഗ്രി പ്ലസ് B.Ed പ്ലസ് CTET 2 വേണം. ഓക്കെ, CTET 2 വേണം. അതുപോലെ തന്നെ TGT കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെ മ്യൂസിക് അപ്ലൈ ചെയ്യുന്നവർക്കും B.Ed വേണം. അത് CTET വേണ്ട. TGT മ്യൂസിക് അപ്ലൈ ചെയ്യുന്നവർക്കും എന്ത് വേണം? B.Ed വേണം. ഓക്കെ, ഇതാണ് ഇവിടെ പറയേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ അയക്കുക വേണം. തെറ്റുകൾ വരുത്തരുത്. അതിൽ കറക്ഷൻ ഡേറ്റോ കറക്ഷനോ ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത്. ഇനി വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു 40 ഡേയ്സ് ഒരു പ്ലാൻ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ 40 ഡേയ്സ് പ്ലാനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറി പോകാൻ പറ്റും. അപ്പൊ ഈ 40 ഡേയ്സ് പ്ലാനിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിന്റെ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ട ടയർ 1 വേണ്ട എല്ലാ നോട്ട്സുകളും, അതുപോലെ തന്നെ ഒരു 50,000ഓളം PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏകദേശം 50,000ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഏകദേശം 1,500 മോഡൽ എക്സാംസ്, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ പെയ്ഡ് ബാച്ചിൽ നൽകി കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ റെഗുലർലി ഡെയിലി 10 മണിക്കൂറുള്ള ക്ലാസ്സുകളും നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ആ ലെവലിൽ തന്നെ നമുക്ക് പഠിച്ചു പോവുകയും ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ടയർ 1 അക്യൂർ ചെയ്യുകയും ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസ്, വളരെ ലളിതമായ ഫീസാണ്. ഏകദേശം ഒരു 90% റിഡക്ഷനോട് കൂടിയാണ് നമുക്ക് ഈ മാസം നവംബർ 30 വരെ ആ കോഴ്സ് നൽകുന്നത്. അതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ 77 36 75 04 73 ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകളിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസുകളാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഹിന്ദി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഹിന്ദിയാണ് നിങ്ങൾ ലാംഗ്വേജ് പ്രൊഫഷൻസിക്ക് തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഹിന്ദിക്ക് ഡോക്ടർ ഷൈജു സാർ ഉണ്ട്, ധന്യ മിസ് ഉണ്ട്, ഹെന്ന മിസ് ഉണ്ട്, ദിവ്യ മിസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. മലയാളമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സുഭാഷ് സാർ ഉണ്ട്, ദിവ്യ ടീച്ചർ ഉണ്ട്, അനു സാർ ഉണ്ട്, അങ്ങനെ ഒത്തിരി പേര് മലയാളം സെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ റീസണിങ് ആൻഡ് മാത്സ്, മാത്സ് മീൻസ് ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റി കൃഷ്ണജ മിസ് ഉണ്ട്, പ്രവീൺ സാർ ഉണ്ട്, ഷഫ്ന മിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഗ്രേഡിലേക്ക് അത് പോകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ജനറൽ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ജനറൽ ആൻഡ് കറന്റ് അഫയേഴ്സ് എന്നുള്ള സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഐഷ മിസ്, ഫാത്തിമ മിസ്, ഇവിടെ രേഷ്മ മിസ് ഉണ്ട്. രേഷ്മ മിസ് മാത്സ് എടുക്കുന്ന ടീച്ചറാണ്. അതുപോലെ തന്നെ ജനറലിലേക്ക് വരുമ്പോൾ ഐഷ മിസ് ഉണ്ട്, ഫാത്തിമ മിസ് ഉണ്ട്, ബിൻസി മിസ് ഉണ്ട്, സുഭാഷ് സാർ ഉണ്ട്, അതുപോലെ തന്നെ വൈശ്വര്യ മിസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പേര് ജനറൽ സെക്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിട്ടുള്ള നമ്മുടെ സൽമാ മിസ് ഉണ്ട്, അതുപോലെ തന്നെ ഹരിമാ സാർ ഉണ്ട്, നസറുദ്ദീൻ സാർ ഉണ്ട്, സുധീർ സാർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പം ആ ക്ലാസ് നമ്മൾ ഡെയിലി 10 മണിക്കൂർ ക്ലാസ് പോവുകയും ചെയ്യും. 10 മണിക്കൂർ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, ജോലി ഉള്ളവർക്കും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ രാത്രി 7 മണി മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 7 മണി മുതൽ 12 വരെ ക്ലാസ് ഉണ്ട്. ഓക്കെ, രാവിലെ വരുന്ന സെഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈമിൽ ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. ഓക്കെ, ഇനി ക്ലാസ് ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെക്ഷൻസ് കിട്ടുകയും ചെയ്യും. അത് വളരെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ 77 36 75 04 73 നമ്പറിലേക്ക് വിളിച്ചന്വേഷിക്കാവുന്നതാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 4 ആണ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 4 തീയതിയാണ്. വിട്ടുപോയത് December 4 അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്, അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരിൽ OBC NCL കാറ്റഗറിയിൽ ഉൾപ്പെട്ടവര്, അല്ലെങ്കിൽ EWS അപ്ലൈ ചെയ്തവര്, അല്ലെങ്കിൽ SC ST സർട്ടിഫിക്കറ്റ് വേണ്ടവർ, ഇവരൊക്കെ ഡിസംബർ 4 മുമ്പുള്ള ആ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിൽ വാങ്ങി വെക്കണം. അപേക്ഷ അയക്കുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അപേക്ഷ അയക്കാൻ വേണ്ടി ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചർ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. സർട്ടിഫിക്കറ്റ് OBC NCL സർട്ടിഫിക്കറ്റ്, OBCയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, SC ST സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഫോർ സെൻട്രൽ ഗവൺമെന്റ് ജോബ് പർപ്പസ് എന്നുള്ള ലെവലിൽ നിങ്ങൾ വാങ്ങിയിട്ട്, അതായത് നേരിട്ട് തഹസിൽദാറിന്റെ നിന്ന് വാങ്ങിച്ചിട്ട്
എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വാങ്ങാം. ഓഫ്ലൈനായിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പേജിന്റെ ഏറ്റവും അവസാനമായിട്ട് ഈ സർട്ടിഫിക്കറ്റ്സിന്റെ ഫോമാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് പ്രിന്റ് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, നേരെ കൊണ്ടുപോയി വാങ്ങിക്കുക. ഓൺലൈൻ ആണെങ്കിൽ അക്ഷയ വഴി നിങ്ങൾക്ക് പോയി അത് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. കാരണം നമ്മുടെ ഫസ്റ്റ് ടയറും 2 ടയറും കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് മൂന്നാമതൊരു സെക്ഷൻ ഉണ്ട്, DV എന്ന് പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ ഇത്രയുമായിരുന്നു. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ ഒന്നുകൂടെ എഴുതിയിടാം. 77. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അഡ്മിഷൻ എടുക്കാനോ എന്ത് കാര്യത്തിന് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് 77 36 75 04 73 77 36 75 04 73 ഈ നമ്പറിലേക്ക് വിളിക്കാം. രാവിലെ 6 AM മുതൽ പിറ്റേന്ന് രാവിലെ 3 AM വരെ നിങ്ങൾക്ക് എന്ത് സംശയത്തിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കറക്റ്റ് നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ഒരു 40 days പ്ലാൻ എന്ന് പറയുന്നത്, ടാർജറ്റ് എന്ന് പറയുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങൾ ടയർ 2 പറ്റി ചിന്തിക്കുകയേ വേണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ടയർ 1. ഓക്കെ, ടയർ 1 എന്ന് പറയുന്നത് ഒരു പ്രിലിമിനറി ക്വാളിഫയിങ് എക്സാംസ് ആണ്. അത് നിങ്ങളുടെ ടയർ 2 ആയിട്ട് കൂട്ടത്തില്ല. ഉള്ളി നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ടയർ 1 എന്ന് പറയുന്നത്. ടയർ 1ന്റെ കോമൺ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ജനറൽ റീസണിംഗ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് ആണ്, 20 × 3 60 മാർക്കിന്. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റിയും 20 × 3 60 മാർക്ക്. ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസിയും 20 × 3 60 മാർക്ക്. ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻസ് 3 × 60 മാർക്ക്. ലാംഗ്വേജ് കോമ്പറ്റൻസി ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യൻ 3 മാർക്ക് വെച്ച് 30. പിന്നെ ലാംഗ്വേജ് കോമ്പറ്റൻസി അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഹിന്ദി ഓർ മലയാളം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. മലയാളം അതിനും അതേപോലെ തന്നെ 10 × 3 30 മാർക്ക്. അങ്ങനെ 300 മാർക്കിനാണ് ടോട്ടൽ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു സിലബസ് നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി ഇതാണെങ്കിൽ പോലും നിങ്ങളൊന്നും ആ ഒരു ലെവലിൽ ചിന്തിക്കേ വേണ്ട. കറക്റ്റ് ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് കറക്റ്റ് 10 hour 12 hour മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 18 hour വരെയുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും കിട്ടുന്നതായിരിക്കും. അത് അതേപോലെ ഫോക്കസ് ചെയ്ത് പോയാൽ മതി. ഒരു സംശയമില്ല, നമുക്ക് ടയർ 1 കയറാൻ പറ്റും. ഓക്കെ. പിന്നെ എൻ്റെ ഒരു രീതിയിൽ, കാരണം നമ്മൾ ഒരിക്കലും ഒരു ടൈം ടേബിൾ ആയിട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും വീട്ടിലും പല കാര്യങ്ങളും കാണും. നിങ്ങളൊരു ടൈം ടേബിൾ എഴുതി വെക്കും. പെട്ടെന്ന് ഇപ്പൊ രാവിലെ 10 മണി മുതൽ 12 മണി വരെ റീസണിംഗ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ 10 മണിക്കായിരിക്കും എന്തെങ്കിലും വേറെ ഇഷ്യൂസ്, അതിനേക്കാളും മാരകമായ ഇഷ്യൂസ് വരുന്നത്. അത് വിട്ടുപോകും, അത് ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയ്യോ പോയി ചെയ്യാൻ പറ്റിയില്ലല്ലോ, ടെൻഷനാവും, സ്ട്രെസ്ഡ് ആവും. അപ്പൊ അങ്ങനെ ഒരു സാധനം വേണ്ട. പക്ഷെ കറക്റ്റ് ഒരു 10 മണിക്കൂറെങ്കിലും പഠിക്കാനായിട്ട് എടുക്കുക. ആ 10 മണിക്കൂർ നമ്മളിവിടെ ക്ലാസ് വരുന്നുണ്ട്. ഒരു 10 മണിക്കൂർ ഡെയിലി പഠിക്കാൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 hour പഠിക്കാൻ എടുക്കുക എന്ന് വെച്ചാൽ 10 hour നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലാസ് വരുന്നുണ്ട്. ബാക്കിയുള്ള സമയം നിങ്ങൾ പഠിച്ചാൽ മതി, റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് റീസണിംഗ് ഫോക്കസ് ചെയ്യുക, ന്യൂമറിക്കൽ എബിലിറ്റി ഫോക്കസ് ചെയ്യുക, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം, ഹിന്ദി ഓർ മലയാളം. ഹിന്ദി ഇഷ്ടമുള്ളവർ ഹിന്ദി എടുക്കുക. നമ്മുടെ ഇപ്പൊ EMRSന്റെ ക്ലാസ്സുള്ളവർക്ക് ഹിന്ദി സെറ്റാണ്, അവർ ഹിന്ദി എടുത്താൽ മതി. കാരണം ഇനി അവർക്ക് മലയാളം ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ആ ഹിന്ദി ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ഞാനൊരു ടൈം ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 hour വെച്ചിട്ട് 6 hour ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ കറക്റ്റ് ഒരു ടൈം ബീങ്ങിൽ വെച്ചിട്ട് ക്ലാസ് ചേരുവാണെങ്കിൽ അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ക്ലാസ് വരും, അത് ക്ലാസ് കയറുക, രാവിലെ റിപ്പീറ്റ് ചെയ്യുക, ക്ലാസ് കയറുക, റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യണം, വീക്കിലി ഫുള്ളും റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ആഴ്ചകളിൽ, പിന്നെ ഒരു 3-4 ആഴ്ചകളിൽ, ഒരു 15 മുതൽ 28 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്പീഡ്, റീസണിംഗിന്റെ അതായത് റെഗുലർലി റിപ്പീറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും കൂടുതൽ പാടുള്ളത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് തോന്നാത്ത കാര്യങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ഡിഫിക്കൽട്ടീസ് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതിന് ടൈം ബീങ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല ഏത് ടൈം പഠിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ് ആ ടൈം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ടൈം പറയാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കറക്റ്റായിട്ട് ക്ലാസ് ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ക്ലാസ് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ടൈം ബീങ്ങിന്റെ കാര്യമില്ല. കാരണം ഇപ്പൊ 4 മണി തൊട്ട് ക്ലാസ് 4 to 6, 6 to 7, 8 to 9, 10 to 11 അങ്ങനെ ക്ലാസ് പോകുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒരു 4 to 5 4 മുതൽ 5 മണിക്കൂർ വളരെ നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പ് എടുക്കണം. എങ്കിൽ മാത്രമേ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉറക്കണിച്ചിരുന്ന് ബാക്കി രാവിലെ തലേദിവസം രാത്രി പഠിച്ച് റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, ഒന്നുകൂടെ നോക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഉള്ളി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ വീക്ക് ഏരിയ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 50,000-ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 50,000-ഓളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 1500 മോഡൽ എക്സാംസ് തന്നിട്ടുണ്ട്. അത് ധാരാളമാണ്. അത് മാത്രം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ടയർ 1 എന്ന് പറയുന്നത് കയറി പോകാൻ പറ്റും, ഒരു സംശയമില്ല. ഓക്കെ, അപ്പം ഫുൾ റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, വീക്ക് ഏരിയ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അയ്യോ
നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷും ഹിന്ദിയും ഫ്ലുവൻസി ചെയ്യണം അല്ലെങ്കിൽ അറിയാമോ എന്നുള്ള ഓപ്ഷൻ, അത് നോ കൊടുക്കരുത്, എസ് എ കൊടുക്കാവൂ. കാരണം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഏകലവ്യ ആയിക്കോട്ടെ, KV ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, AES ആയിക്കോട്ടെ, DSSP ആയിക്കോട്ടെ, ടീച്ചിങ് മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദിയാണ്. ഇംഗ്ലീഷ് പ്ലസ് ഹിന്ദിയാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് എടുത്താൽ മതി, നിങ്ങൾ ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി, ഒരു സംശയമില്ല കേട്ടോ. ഹിന്ദി വളരെ പാടൊന്നുമില്ല പഠിക്കാൻ, ഓട്ടോമാറ്റിക്കായി നമ്മൾ പഠിച്ചോളും, അതിലൊന്നും വേറെ ഇഷ്യൂസും ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതെല്ലാം പഠിച്ചു സെറ്റായി. അപ്പോൾ ഒരു 40ാമത്തെ ദിവസം ഡിസംബർ ഫുള്ള് കഴിയുമ്പോഴത്തേക്ക് ജനുവരി 10ാം തീയതിയാണ് എക്സാം. ബാക്കിയുള്ളൊരു 10 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കറിയാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ പുതിയ ടോപ്പിക്സ് പഠിക്കാതെ അന്ന് വരെ പഠിച്ച കാര്യങ്ങൾ ഫുൾ ആയിട്ട് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രാക്ടീസ് ടെസ്റ്റ് സീരീസുകൾ ചെയ്യുക. അതിന് നമ്മുടെ എക്സാം CBT ആണ്, CBT അല്ല നമ്മുടെ എക്സാം ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ ആയിട്ടുള്ള OMR ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ കടയിൽ നിന്ന് OMRന്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, ഒരു ബുക്ക് കിട്ടും, വാങ്ങിക്കുക, 10 രൂപ 30 രൂപയുള്ളത് വാങ്ങിച്ചിട്ട് നമ്മളെ തന്നിരിക്കുന്ന ഈ 1 ലക്ഷത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് 1 by 1 ആയിട്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഞാനിത് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്ലാനാണ്. പക്ഷേ ഈ പ്ലാൻ ഒരിക്കലും നമുക്ക് നടത്തുന്ന 10-500 പേര് ഉള്ളതിൽ ചിലപ്പോൾ 100 പേർക്ക് പറ്റുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്ലാൻ ശരിയാവണമെന്നില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് ക്ലാസ് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല. നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ കേരള PC പഠിക്കുന്നവരുള്ള GK കറണ്ട് അഫയേഴ്സോ അങ്ങനെയൊന്നും ഇവിടെ പഠിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആ ലെവലിലുള്ള ബാങ്ക് ലെവലിലോ SSC ലെവലിലോ CG ലെവലിലോ ഒക്കെ പഠിക്കുന്ന റീസണിങ്ങോ ന്യൂമറിക്കൽ എബിലിറ്റി ഒന്നുമില്ല. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഇംഗ്ലീഷ് മാറ്റി ഹിന്ദിയിലും പരീക്ഷയുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിൽ നിങ്ങൾക്ക് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അതിന് വളരെ ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ക്ലാസ് കയറി കൊടുത്താൽ മതി, അവർ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, റിവിഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഗഗനമായിട്ട് ഞാൻ വീക്ക് 1 ഒന്നാമത്തെ വീക്കിൽ എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടത്, 2ാമത്തെ വീക്കിൽ എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടത്, അതുപോലെ 3ാമത്തെ വീക്കിൽ എന്ത് ചെയ്യണം, അതെന്താണ് പഠിക്കേണ്ടത്, 4ാമത്തെ വീക്കിൽ എന്ത് ചെയ്യണം, എന്താണ് പഠിക്കേണ്ടത്, 5ാമത്തെ വീക്കിൽ എന്ത് ചെയ്യണം, അതെന്താണ് പഠിക്കേണ്ടത്, 6ാമത്തെ വീക്കിൽ എന്താണ് ലാസ്റ്റ് റിവിഷൻ ഫുൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടത്, അതെന്താണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഇവിടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാം. പക്ഷേ ഞാനത് നിങ്ങളെ നിർബന്ധിക്കത്തില്ല, ഒരിക്കലും ആരെയും നിർബന്ധിക്കത്തില്ല. കാരണം നമുക്ക് സമയം കിട്ടത്തില്ല, നമ്മുടെ ടെൻസ്ഡ് ആയിപ്പോകും, സ്ട്രെസ്ഡ് ആയിപ്പോകും. അപ്പൊ നമുക്ക് പറ്റാവുന്ന സമയങ്ങളിൽ കൂടുതൽ മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, ക്ലാസ് കയറുക, പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ബുക്സിന്റെ ഒന്നിന്റെ ആവശ്യമില്ല, നോട്ട്സിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. പക്ക തരുന്ന കാര്യങ്ങൾ അത് മാത്രം ചെയ്താൽ മതി, വേറൊരു പ്രശ്നമില്ല. കറക്റ്റ് ആയിട്ട് നമുക്ക് ടയറിന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരും ചോദിക്കും, സാറേ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്ര പഠിക്കണം, ഞാൻ SC ആണ്, ഞാൻ OBC ആണ്, ഞാൻ ജനറൽ ആണ്, എത്ര പഠിക്കണം ചോദിക്കും. ഞാൻ എല്ലാവരോടും പറയും ഫുൾ അടിക്കണമെന്നേ പറയത്തുള്ളൂ, അല്ലേ? കാരണം കഴിഞ്ഞ സിംഗിൾ ടയർ ആയിരുന്നു, സിംഗിൾ ടയറിന് 180 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റും ജനറലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. ആ കട്ട് ഓഫുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കഴിഞ്ഞ വർഷത്തെ കാര്യം ആപ്ലിക്കൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മൾ ഫുള്ള് എന്ത് ചെയ്യുക, ഫുൾ അടിക്കാനായിട്ട് ശ്രമിക്കുക, മാക്സിമം ഫുൾ അടിക്കുക. ഓക്കെ, ഒരു എൻ്റെ ഒരു കൺസിഡറേഷൻ അനുസരിച്ചാണെങ്കിൽ 300-ൽ ഒരു 250, ഓക്കെ, 240 പ്ലസ് പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കുള്ളത് ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണിങ്, സിമ്പിൾ ആയിട്ടുള്ള ന്യൂമറിക്കൽ എബിലിറ്റി, വളരെ കമ്പ്യൂട്ടറിന്റെ ബേസിക് കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ 10 മാർക്കിന്റെ ഇംഗ്ലീഷ്, 10 മാർക്കിന്റെ മലയാളം or ഹിന്ദി. പിന്നെ ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അത് ജനറൽ അഫയേഴ്സ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ്. അത് പഠിക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള എക്സാമിന് ചോദിക്കുന്ന നമ്മുടെ മൗണ്ടൈൻസും റിവേഴ്സ് ഒക്കെ, ഇന്ത്യൻ റിവേഴ്സ്, ഇന്ത്യൻ മൗണ്ടൈൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അവിടെ ചോദിക്കുന്നത് നമ്മുടെ മിഡീവൽ ഹിസ്റ്ററിയും എന്താ പറയാ അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ്, ഇന്റർനാഷണൽ മൂവ്മെന്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ അമെന്റ്മെന്റ്സും പാർട്സും ഷെഡ്യൂളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിങ്, അതുപോലെ തന്നെ അതിന് പകരം വന്ന നീതി ആയോഗ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ GST, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബാങ്കിങ് സിസ്റ്റം, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ര അവിടെ പഠിക്കാനുള്ളൂ. ദെൻ പിന്നെ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറിൽ കുറച്ച് വളരെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചാലേ, കാരണം നമുക്ക് 10 ചോദ്യമേ ഉള്ളൂ. ഈ എല്ലാത്തിൽ നിന്നും കൂടിയാണ് 10 ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ PSC പഠിക്കുമ്പോൾ 5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് പഠിക്കുക, അതൊന്നും വേണ്ട. ഇവിടെ 2025 കറണ്ട് അഫയേഴ്സ് മെയിൻ ആയിട്ട് പഠിക്കുക. അത് കറക്റ്റ് ആയിട്ട് നോട്ട്സ്, വളരെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള നോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം നോക്കിയാൽ മതി, അതിൽ നിന്നേ ചോദിക്കത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. പിന്നെ KV, NB, EMRS അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് തരും, അതിന്റെ കൂടെ തന്നെ ഇത് കിട്ടുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ അത്രയും വളരെ സിമ്പിൾ ആയിട്ടൊരു സിലബസ് ആണ്. നിങ്ങൾ ഹിന്ദിയാണ്, ഇംഗ്ലീഷാണ്, അതാണ് ഇതാണ് 300 മാർക്കിൽ എന്നും വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ വളരെ വളരെ എന്താ പറയാ, കുറച്ച് സാക്രിഫൈസ് ചെയ്യുക, കുറച്ച് സ്ട്രഗിൾ ചെയ്യുക. ഒരു മാസം, ജസ്റ്റ് 1 മന്ത് നിങ്ങളൊന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഓഗസ്റ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതായത് ഫസ്റ്റ് ഇയർ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ കിട്ടുന്നതിന് തുല്യമാണ്. കാരണം സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്ട് മാത്രമാണ്, അതിന്റെ പക്ക ക്ലാസ് കിട്ടും. ഓക്കെ, ജസ്റ്റ് +1 +2 നിങ്ങളുടെ HSIയോ HSSയോ LP-UP സിലബസ് ഒന്നുമല്ല, ജസ്റ്റ് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം കട്ട് ആൻഡ് പേസ്റ്റ് ആണ് ഇവിടെ വരുന്ന സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, പലരും ടീച്ചേഴ്സ് ആണ്, പഠിപ്പിക്കുന്നവരാണ്, വളരെ സിമ്പിൾ ആയിട്ട് ടൈപ്പ് 2 ക്രാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്പറിലേക്ക് വിളിക്കുക. തീർച്ചയായിട്ടും വിളിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തെറ്റിച്ച് വെക്കരുത്. ആപ്ലിക്കേഷൻ വളരെ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, വേറൊന്നും തന്നെ ഇല്ല. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ ഇത് കേട്ടിട്ടില്ലാത്തവർ, അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറയുക. കാരണം വയസ്സ് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PSCയുടെ പ്രായം കഴിഞ്ഞ് എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ പഠിച്ചത് വെറുതെ ആയിപ്പോയി എന്ന് വേവലാതി കൊണ്ടിരിക്കുന്നവർ, എന്ന് സ്ട്രെസ്ഡ് ആയിരിക്കുന്നവരോട്, എന്ന് സെന്റി അടിച്ചിരിക്കുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓടി വരൂ, സീറ്റൊന്നും വേണ്ട, PGTക്ക് PGയും B.Ed മാത്രം മതി, 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, TGTക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുകൊണ്ട് അപ്ലൈ ചെയ്യിപ്പിച്ച് ഒരുമിച്ചിരുന്ന് പഠിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ എക്സാംസ് എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയ ആശംസകൾ നേരുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.